വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ നിന്ന് 21 കിലോമീറ്റർ അകലെ പടിഞ്ഞാറത്തറ എന്ന ഗ്രാമത്തിൽ കരമൻ തോട് പുഴയ്ക്ക് കുറുകെയാണ് ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. കബനി നദിയുടെ പോഷക നദിയാണ് കരിമൻ തോട് പുഴ. 1979-ലാണ് ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 1 കിലോമീറ്ററോളം നീളത്തിൽ മണ്ണുകൊണ്ടാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയിലേക്ക് ജലം എത്തിക്കുക എന്നതും ജലസേചനം, കുടിവെള്ളം എന്നിവ എത്തിക്കുന്നതുമാണ് ബാണാസുര സാഗർ ജലസേചന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. മണ്ണുകൊണ്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടും ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ അണക്കെട്ടുമാണിത്. വലിയ പാറകളും കല്ലുകളും മണ്ണുമാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ബാണാസുര മലകൾക്കിടയിലായി 33 ലക്ഷം ക്യൂബിക് മീറ്റർ മണ്ണുപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 685 മീറ്ററാണ് ഈ ഡാമിന്റെ നീളം. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്ലാന്റ് ഇവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. വയനാട്ടിലെ ഏറ്റവും ആകർഷകമായ സ്ഥലങ്ങളിൽ ഒന്നായ ബാണാസുര സാഗർ അണക്കെട്ട് ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. മഴക്കാലത്ത് സന്ദർശകർക്ക് അണക്കെട്ടിന്റെ റിസർവോയറിൽ ചെറിയ ദ്വീപുകൾ കാണാൻ കഴിയും. വെള്ളപ്പൊക്കമുള്ള റിസർവോയർ ചുറ്റുമുള്ള പ്രദേശങ്ങളെയും വെള്ളത്തിൽ മുക്കുമ്പോൾ അവ രൂപം കൊള്ളുന്നു.